ഹലോ മക്കളെ, അപ്പോൾ നമ്മൾ കാത്തിരുന്ന നമ്മുടെ ബോർഡ് എക്സാം തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു അല്ലേ. ഈ ഒരു അക്കാദമിക് ഇയർ മുഴുവൻ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തതും നമ്മൾ കാത്തിരുന്നതും എല്ലാം ഈ ഒരു ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടായിരുന്നു. ഒരു 2 ഡേയ്സിനുള്ളിൽ നമ്മുടെ എക്സാംസ് ഇതാ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ പലരെയും ഇപ്പൊ ഇരിക്കുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഭയങ്കര ടെൻഷനിലായിരിക്കും. എക്സാം തൊട്ടടുത്ത് എത്തി, ഇനി നമുക്ക് പഠിക്കാനായിട്ട് ദിവസങ്ങളില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല, പഠിച്ച കാര്യങ്ങളൊന്നും ഓർമ്മയില്ല, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷനിലായിരിക്കും എന്റെ മക്കൾ ഉണ്ടാവാം. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ രണ്ടേ ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ റിഗ്രറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങളെ മാക്സിമം കൊടുത്ത് മാക്സിമം ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് നല്ലൊരു സ്കോർ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒന്നും ചെയ്യാതെ, അതായത് ഇപ്പൊ നിങ്ങൾ ഒരു ഹാർഡ് വർക്കും ചെയ്യാതെ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ റിസൾട്ട് ഒക്കെ വരുന്ന സമയത്ത് ഈ പോയ ദിവസങ്ങളെ ആലോചിച്ച് റിഗ്രറ്റ് ചെയ്യാം. ഇതിൽ ഏതാണ് എന്റെ കുട്ടികൾക്ക് വേണ്ടതെന്നുള്ളത് ഇപ്പൊ നിങ്ങൾ ഡിസൈഡ് ചെയ്യാം. കാരണം അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഈ ഒരു കരിയറും നിങ്ങളുടെ ലൈഫും മൊത്തം. അപ്പൊ നിങ്ങൾ എപ്പോഴും ആലോചിക്കുന്നുണ്ടാവും, നിങ്ങളുടെ പാരന്റ്സ് സദാസമയം പഠിക്കുന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പിന്നാലെ നടക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു സമയത്ത് ചിലപ്പോൾ നമുക്കൊരു ദേഷ്യമൊക്കെ വരുന്നുണ്ടായിരിക്കും, എന്തിനാണ് ഇപ്പോഴും ഇങ്ങനെ തന്നെ പറയുന്നതെന്ന്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കാം, അവരാരിപ്പോ നിങ്ങൾക്ക് ഫുൾ ഈവൻ കിട്ടിയില്ല എന്ന് വെച്ച് നിങ്ങളെ വഴക്ക് പറയാനോ നിങ്ങളെ തല്ലാനോ ഒന്നും പോകുന്നില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. അതായത് ഈ ഒരു വർഷം നിങ്ങൾ ഈ ഒരു 10th നമ്മൾ ഇത്രയും നാളും പഠിച്ചത് അവസാനത്തെ നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ടല്ലേ. അപ്പൊ ഈ എക്സാമിന് നിങ്ങൾ ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു മാർക്ക് കിട്ടില്ല. അപ്പൊ അവർക്കറിയാം എന്റെ കുട്ടിക്ക് എന്തായാലും പഠിക്കാൻ പറ്റും, നന്നായിട്ട് പഠിക്കണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളെ മാക്സിമം കൊടുത്ത് പഠിക്കാം. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് കൊടുക്കാൻ വേണ്ടി ഒത്തിരി ട്രൈ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ദിവസം ഇത്ര സമയമൊക്കെ വെച്ച് പഠിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് എന്ത് തന്നെ ആയാലും അവർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അതല്ലാതെ നിങ്ങൾ ഒന്നും ചെയ്യാതിരുന്നിട്ട് അവസാനം റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ മാർക്ക് കുറഞ്ഞാലാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ പഠിച്ചെടുക്കുന്ന ആ മാർക്ക് നിങ്ങളുടെ സ്വന്തം മാർക്കാണ്, നമ്മുടെ സ്വന്തം മാർക്കാണ് ആയിരിക്കുന്നത്. അപ്പൊ നമുക്ക് എത്ര കുറവ് മാർക്കാണെങ്കിലും അത് കൂടിയ മാർക്കാണെങ്കിലും അത് നമ്മളായിട്ട് വാങ്ങിയിട്ടെടുക്കുന്ന മാർക്കാണ് അല്ലെ. അപ്പൊ നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ട കാര്യം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഈ ഹാർഡ് വർക്ക് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ പാരന്റ്സിന് നിങ്ങളുടെ അടുത്തൊരു പ്രൗഡ് ഫീലിംഗ് ഉണ്ടായിരിക്കും. എന്റെ മോൻ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ എന്റെ മകൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് എന്ത് തന്നെയായാലും അവരത് ആക്സെപ്റ്റ് ചെയ്തോളും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ കുട്ടികൾ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. പാരന്റ്സിന്റെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും, ഫുൾ ഇവൻ കിട്ടിയില്ലെങ്കിൽ എങ്ങനെയാണ് പാരന്റ്സിന്റെ മുഖത്ത് നോക്കുക, അങ്ങനെയൊന്നും എന്റെ കുട്ടികളെ ആലോചിച്ച് ഓവർ ടെൻഷൻ ആവുകയാണെങ്കിൽ ഓവർ തിങ്ക് ചെയ്ത് നിങ്ങൾ വെറുതെ അതിനെക്കുറിച്ച് ബോധർ ചെയ്ത് ഒരു ഡിപ്രഷനിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ മാക്സിമം കൊടുത്ത് നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യുക. ഇനിയുള്ള ഒരു സമയം എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്ക് എല്ലാം ഓടിച്ച് റിവൈസ് ചെയ്യാനുള്ള ടൈമേ ഉള്ളൂ. ഈ ഒരു എക്സാം ടൈമിൽ നല്ലതുപോലെ തന്നെ എന്ത് ചെയ്യുക, കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യുക. നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം സ്കിപ്പ് ചെയ്യാതെ നല്ലതുപോലെ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ലപോലെ റിലാക്സ് ചെയ്ത് തന്നെ പഠിക്കുക. ഒട്ടും നിങ്ങൾ ടെൻഷൻ ആവരുത്. കാരണം ഈ ഒരു മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. അത് വിചാരിച്ച് ആരും ഇതിന് ഓവർ ആൻസൈറ്റി ഒക്കെ ആയിട്ട് ഡിപ്രഷനിലേക്കൊന്നും പോവാതിരിക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ ഒട്ടും മോട്ടിവേഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നും പഠിക്കാൻ തോന്നുന്നില്ല, എന്താണ് ഇപ്പൊ ചെയ്യുക, വെറുതെ മടി പിടിച്ചിരിക്കാൻ തോന്നുകയാണെങ്കിൽ ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ ആലോചിക്കും, നിങ്ങളുടെ പാരന്റ്സിന്റെ വകം. നിങ്ങൾ നല്ല മാർക്ക് വാങ്ങിയിട്ട് വരുന്നത് ആലോചിക്കുമ്പോൾ അത് ആലോചിച്ചിരിക്കുന്ന നിങ്ങളുടെ പാരന്റ്സ് ഉണ്ട് അല്ലെ. അപ്പൊ അത് കാണുമ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സന്തോഷം, നിങ്ങൾക്ക് ഉണ്ടാകുന്ന സന്തോഷം, നമ്മൾ സ്വന്തമായിട്ട് നേടിയെടുക്കുന്ന ആ മാർക്ക് അത് നിങ്ങളുടെ സ്വന്തമാണ്. അപ്പൊ ആ ഒരു റിയലൈസേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സിന്റെ ആ ഒരു ഫേസ് അത് മാത്രം മതി നിങ്ങളെ ഇൻസ്പയർ ചെയ്യിക്കാനും നിങ്ങൾക്ക് വേണ്ട മോട്ടിവേഷൻ തരാനും. അപ്പൊ ഇതൊക്കെ വെച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിലെ എക്സാം അടിപൊളിയായിട്ട് എഴുതാം. അപ്പൊ നമ്മുടെ എക്സാം ഇന്ന ഫാമിലിയുടെ വക എല്ലാവർക്കും ഒരു അടിപൊളി ഓൾ ദ ബെസ്റ്റ് ഇപ്പൊ തന്നെ തരികയാണ്. അപ്പൊ നന്നായിട്ട് എക്സാമിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഒരിക്കലും നമ്മൾക്ക് റിഗ്രറ്റ് ചെയ്യാൻ ഇഷ്ടമല്ല അല്ലെ. അപ്പൊ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, ട്രൈ ഹാർഡ്.